ഇറാൻ പിടിച്ചെടുത്ത ഇസ്രയേൽ ബന്ധമുള്ള കപ്പലിലെ 5 ഇന്ത്യൻ ഉദ്യോഗസ്ഥർ കൂടി മോചനം. ഇറാനിലെ ഇന്ത്യൻ എംബസി ഇക്കാര്യം സ്ഥിരീകരിച്ചു. കഴിഞ്ഞ മാസം 13-നാണ് 17 ഇന്ത്യക്കാരുമായുള്ള കപ്പൽ ഇറാൻ റവല്യൂഷണറി ഗാർഡ് പിടിച്ചെടുത്തത്. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായിട്ട്. അർജുൻ, നേരത്തെ മലയാളിയായ ആൻ ടസ എത്തിയിരുന്നു. ഇപ്പോൾ 5 പേർ കൂടി. ഇനി അവശേഷിക്കുന്ന ഇന്ത്യക്കാരുടെ മോചനം വേഗത്തിൽ സാധ്യമാകുമോ? എന്താണ് വിവരങ്ങൾ? ദിവേഷൻ, നിലവിൽ ഈ 5 പേരുടെ പേര് വിവരങ്ങൾ എന്തായാലും ഇറാനോ അവിടുത്തെ ഇന്ത്യൻ എംബസിയോ പുറത്തുവിട്ടില്ല. മറിച്ച് ഇവരെ മോചിപ്പിച്ചിരിക്കുന്നു. ഇവർ വൈകുന്നേരം തന്നെ ഇറാനിൽ നിന്ന് പുറപ്പെട്ടു എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ 17 ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള 25 ജീവനക്കാർ, അതിൽ ഒരാൾ ഏക വനിതയായിട്ടുള്ള ആൻ ടസ നേരത്തെ തന്നെ കേരളത്തിലെത്തിയിരുന്നു. മറ്റ് 24 പേരെയും മോചിപ്പിക്കുന്നതിൽ ഇറാൻ നേരത്തെ എതിർപ്പൊന്നും പ്രകടിപ്പിച്ചില്ല. മറിച്ച് ഈ കപ്പലുമായി MSC ഏരീസുമായുള്ള കോൺട്രാക്ടുകളുടെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ അത് തീരുന്നതിന് മുറയ്ക്കായിരിക്കും ഇവർക്കുള്ള മോചനം എന്നുള്ള കാര്യം ഇന്ത്യൻ എംബസി തന്നെ അറിയിച്ചിരുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 5 പേർക്ക് കൂടി മോചനം ലഭിച്ചിരിക്കുന്നത്. ഇവർ ഇതിനോടകം തന്നെ ഇറാനിൽ നിന്നും പുറപ്പെട്ടിട്ടുണ്ട്. ബാക്കിയുള്ളവരെ കൂടി തൊട്ടടുത്ത ദിവസങ്ങളിൽ മോചിപ്പിക്കാനാകും. അതുമായി ബന്ധപ്പെട്ടുള്ള നയതന്ത്ര തലത്തിൽ ചർച്ച ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻ ടസ അല്ലാതെ മറ്റ് 3 മലയാളികൾ കൂടിയാണ് സംഘത്തിലുള്ളത്. ഇവരടക്കമുള്ളവരെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുക. എന്നാലും ഈ 5 പേർ ഇതിനോടകം ഇറാനിൽ നിന്നും തിരിച്ച് പുറപ്പെട്ടിട്ടുണ്ട്. ശരി, എന്തായാലും വലിയ ആശ്വാസമാണ് 5 പേർ കൂടി തിരിച്ചെത്തുന്നത്. ബാക്കിയുള്ളവരെ കൂടി വൈകാതെ മോചിപ്പിച്ച് നാട്ടിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.